അയാളുടെ സങ്കടങ്ങൾ മനസ്സിലാവുക. നമ്മൾ കണ്ടുമുട്ടുന്ന എല്ലാ മനുഷ്യനും അയാളുടെ കുട്ടിക്കാലമാണ്. കുട്ടിക്കാലത്തുണ്ടാകുന്ന മുറിവുകൾ, കുട്ടിക്കാലത്തുണ്ടാകുന്ന ഒറ്റപ്പെടലുകൾ, കുട്ടിക്കാലത്തുണ്ടാകുന്ന അവഗണനകൾ, ഇതാണ് ഓരോ മനുഷ്യനും എത്ര പ്രായം വർദ്ധിക്കുമ്പോഴും അതും കൊണ്ടാണ് ഒരാളിങ്ങനെ നടക്കുന്നത്. അതിൻ്റെ നിസ്സഹായതകൾ മനുഷ്യനുണ്ട്, അതിൻ്റെ ഒറ്റപ്പെടലുകൾ മനുഷ്യനുണ്ട്. നമ്മൾ കണ്ടുമുട്ടുന്ന എല്ലാ മനുഷ്യരിലുമുണ്ട്. എന്തോ ഒരു ശൂന്യത അയാൾ അനുഭവിക്കുന്നുണ്ടാവും. ആ ശൂന്യതയ്ക്ക് പരിഹാരം അയാൾ നമ്മളിലാണ് അന്വേഷിക്കുന്നത്. നമ്മളിൽ അയാൾ എന്തോ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് വലിയ വലിയ മനുഷ്യരൊക്കെ ഈ മനുഷ്യരെ പരിഗണിക്കുന്നത്. വലിയ മനുഷ്യരെയൊക്കെ നിങ്ങൾ എടുത്തുകൊണ്ടു, അവരൊക്കെ ആലോചിച്ചത് ചെറിയ മനുഷ്യന്മാരെ കുറിച്ചാണ്. വലിയ വലിയ മനുഷ്യന്മാരൊക്കെ ആലോചിച്ചത് ചെറിയ ചെറിയ മനുഷ്യന്മാരെ കുറിച്ചാണ്, അവരുടെ സങ്കടങ്ങളെ കുറിച്ചാണ്, അവരനുഭവിക്കുന്ന ദുഃഖങ്ങളെ കുറിച്ചാണ്. അതുകൊണ്ട് ഒരാൾ മറ്റൊരാളുടെ ഉള്ളിൽ ബാക്കിയാകുന്നത് കാരുണ്യം എന്ന ഏറ്റവും മഹത്തായ അനുഗ്രഹം കൊണ്ടാണ്. കാരുണ്യം എന്ന് പറഞ്ഞാൽ പരസ്പരം ഉൾക്കൊള്ളാനുള്ള ഒരാളുടെ ശേഷിയാണ്. ജഡ്ജ് ചെയ്യാതെ മനുഷ്യനെ സ്വീകരിക്കാനുള്ള ശേഷിയാണ്. ആ തരത്തിൽ ഒരാൾ സ്വയം വളരുമ്പോഴാണ് ഒരാൾ മികച്ചൊരു മനുഷ്യനായിട്ട് മാറുന്നത്. അല്ലാതെ നമ്മൾ എത്ര വലിയ തൊടി ഉണ്ടാക്കി എന്നുള്ളതോ എത്ര വലിയ വീടുണ്ടാക്കി എന്നുള്ളതോ എന്ന് മാത്രമല്ല, നമ്മൾ മറ്റു മനുഷ്യരെ സ്വീകരിക്കാൻ എത്ര വലുതായിട്ടുണ്ട് എന്നതുകൂടിയാണ് നമ്മുടെ വലുപ്പം. ഒരു രാജ്യത്തിൽ വലിയൊരു മത്സരം നടക്കുകയാണ്. ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുകയാണ്. ഒരു രാജ്യത്ത് വലിയൊരു മത്സരം നടക്കുക. ആ മത്സരത്തിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് വലിയ സമ്മാനമാണ് കൊടുക്കുന്നത്, വലിയ സമ്മാനമാണ് ഓഫർ ചെയ്തത്. അതുകൊണ്ട് ധാരാളം ആളുകൾ ആ മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. കുറേ ആളുകൾക്ക് ഇങ്ങനെ പങ്കെടുത്ത് ഓരോ ആളുകൾക്ക് ഓരോ ടാസ്ക്കാണ് കൊടുക്കുക. ആ ടാസ്കിൽ കുറേ ആളുകൾ വിജയിക്കും, കുറേ ആളുകൾ തോൽക്കും. അങ്ങനെ മത്സരത്തിൽ കുറച്ച് ആളുകൾ ബാക്കിയാവും, പിന്നെ കുറച്ച് ആളുകൾ ബാക്കിയാവും. അവസാനം ബാക്കിയായി ആകെ രണ്ട് ആളുകൾ മാത്രമേ ബാക്കിയായി. 2 ആളുകൾ മാത്രം. ഒരാളൊരു ചെറുപ്പക്കാരനാണ്, ഒരാളൊരു വൃദ്ധനാണ്. ആ വൃദ്ധനെ കണ്ടപ്പോഴേ ചെറുപ്പക്കാരന് ആശ്വാസമായി. കാരണം അവന് തോന്നി അവനെ ജയിക്കുള്ളൂ, അവൻ ആ പ്രായമുള്ള ആളെ തോൽപ്പിക്കാൻ കഴിയും എന്നവന് ഉറപ്പായി. ഈ 2 ആളുകൾക്ക് കൊടുത്ത മത്സരം എന്താണെന്നറിയോ? അവർക്ക് കൊടുത്തത് ഒരു കാട്ടിലേക്ക് അവരെ 2 ആളെയും പറഞ്ഞയച്ചു. അവർ 2 ആളുടെയും കയ്യിൽ ഓരോ മഴു കൊടുത്തു. എന്നിട്ട് രാവിലെ ഒരു സമയം മുതൽ വൈകിട്ട് ഒരു സമയം വരെ എത്ര മരം മുറിക്കാൻ കഴിയും എന്നുള്ളതാണ് ടാസ്ക്. അങ്ങനെ 2 ആളും കാട്ടിലേക്ക് കയറിപ്പോയി. മത്സരം തുടങ്ങാനുള്ള ബെല്ലടിച്ചു. മത്സരം തുടങ്ങുകയാണ്. ഇവൻ ആവേശത്തോടെ മരം മുറിക്കുകയാണ്. അങ്ങനെ ആവേശത്തോടെ മരം മുറിക്കുന്ന സമയത്താണ് ഒരു ശബ്ദം കേട്ടത്. അവനിങ്ങനെ ശ്രദ്ധിച്ചപ്പോൾ മനസ്സിലായി മറ്റേ ആള് മരം മുറിക്കുകയാണ്. ആ മരം മുറിക്കുന്ന ശബ്ദം കേട്ടപ്പോൾ ഇവൻ ആവേശം കൂടി. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അയാൾ മരം മുറിക്കുന്ന ശബ്ദം കേൾക്കാതായി. അപ്പൊ ഇവന് മനസ്സിലായി അയാൾ വിശ്രമിക്കുകയാണ്. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ പിന്നെയും കേൾക്കാൻ തുടങ്ങി. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ പിന്നെയും കേൾക്കാതായി. ഇയാൾ ഇടയ്ക്കിടയ്ക്ക് വിശ്രമിക്കുന്നുണ്ട്. കുറേ സമയം ആ വിശ്രമിക്കുന്ന സമയം കൂടി ഇവൻ മരം മുറിക്കുകയാണ്, ആവേശത്തോടെ മരം മുറിക്കുക. കുറേ സമയം കഴിഞ്ഞു. മത്സരത്തിൻ്റെ പരിധി അവസാനിച്ചു. ബെല്ലടിച്ചു. 2 ആളുകളും മരം മുറി നിർത്തിവെച്ചു. ഇനി മരം മുറിക്കാൻ പറ്റൂല. ഇവന് ഉറപ്പായി അവനാണ് ജയിക്കുക. അങ്ങനെ അവൻ നേരെ വീട്ടിലേക്ക് പോകുന്നു. നല്ല വസ്ത്രം എടുത്തിട്ട് അവൻ സമ്മാനം വാങ്ങാൻ വേണ്ടിയിട്ട് റിസൾട്ട് പ്രഖ്യാപിക്കുന്ന വേദിയിലേക്ക് വരിക. അങ്ങനെ അവിടെ വന്നിട്ട് അവൻ ഇരുന്നത് ആ വൃദ്ധനായ ആളുടെ തൊട്ടടുത്താട്ടോ. മത്സരത്തിൻ്റെ റിസൾട്ട് പ്രഖ്യാപിക്കാൻ പോവുക. അവനിങ്ങനെ അവൻ്റെ പേര് ഉയരുന്നത് കേൾക്കാൻ വേണ്ടി ഇങ്ങനെ കാതോർക്കണം. പക്ഷെ ജയിച്ചത് ആരായിരുന്നു എന്നറിയോ? ജയിച്ചത് ആ വൃദ്ധനായ ആളായിരുന്നു. അയാളാണ് ജയിച്ചത്. അപ്പൊ ഇവന് സംശയമായി, അതെന്തുകൊണ്ടാണ്? അവൻ അയാളോട് തന്നെ ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാണ് ജയിച്ചത്?
നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വിശ്രമിക്കായിരുന്നില്ലേ? നിങ്ങൾ വിശ്രമിക്കുന്ന സമയം കൂടി ഞാൻ മരം മുറിക്കായിരുന്നു. പിന്നെയും നിങ്ങൾ എങ്ങനെയാണ് ജയിച്ചത്? അപ്പോൾ അവന്റെ ചെവിയിൽ അയാൾ ഒരു സ്വകാര്യം പറഞ്ഞു. അങ്ങനെ ഒരു സ്വകാര്യം പറഞ്ഞ് സമ്മാനം വാങ്ങുന്ന സ്ഥലത്തേക്ക് അയാൾ ഇങ്ങനെ നടന്നു പോകുമ്പോൾ അവിടെ കൂടിയ 10,000-കണക്കിന് മനുഷ്യർ അയാൾക്ക് വേണ്ടി കൈയടിച്ചു. അയാൾ അവന്റെ ചെവിയിൽ പറഞ്ഞ സ്വകാര്യം ഇതായിരുന്നു. എന്താണെന്നറിയോ? എടാ, ഞാൻ വിശ്രമിക്കുകയായിരുന്നില്ല, ഞാൻ എൻ്റെ മഴുവിന് മൂർച്ച കൂട്ടുകയായിരുന്നു. ഞാൻ എൻ്റെ മഴുവിന് മൂർച്ച കൂട്ടുകയായിരുന്നു. ഇവിടെ പഴയ പ്രവാസികൾ എന്ന് പറഞ്ഞ് നമ്മൾ ആദരിച്ച മനുഷ്യർ ഈ നാടിൻ്റെ നായകരാണ്. അവർ സ്വയം ഉരുകിയിട്ട് ഒരു നാടിനെ കാക്കുന്ന ജോലിയാണ് ചെയ്തത്. അങ്ങനെ വളർത്തിക്കൊണ്ടുവന്ന നാടാണിത്. ഈ നാട് ഇനി ഈ നാടിന് കാവലിരിക്കേണ്ടത് ഈ നാട്ടിലെ ചെറുപ്പക്കാരാണ്. ഈ നാട്ടിലെ ചെറുപ്പങ്ങൾ കുഴപ്പത്തിൽപ്പെടാതെ കേടുവരാതെ ഈ നാടിന് കാവലിരിക്കേണ്ട ജോലി ഇവിടുത്തെ ചെറുപ്പക്കാർക്കാണുള്ളത്. കാരണം അങ്ങനെ വളർത്തിക്കൊണ്ടുവന്നൊരു നാടാണിത്. നമ്മുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കണം, അവർക്ക് സംസ്കാരം കൊടുക്കണം, പ്രതിസന്ധികളെ നേരിടാനുള്ള കരുത്ത് കൊടുക്കണം. പ്രവാസികളുടെ മക്കൾ വീണ്ടും വീണ്ടും പ്രവാസികൾ മാത്രമല്ല ആവേണ്ടത്, നല്ല വിദ്യാഭ്യാസം നേടണം നമ്മുടെ കുട്ടികൾ. ആൺകുട്ടികളാവട്ടെ പെൺകുട്ടികളാവട്ടെ വിദ്യാഭ്യാസം കൊടുക്കണം. പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യരുത് കേട്ടോ. പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യരുത്. കാരണം എന്താണെന്നറിയോ നിങ്ങൾ? ഏതെങ്കിലും ഒരു കാലത്ത് അവർ ഒറ്റക്കായി എന്ന് വിചാരിക്കൂ. അവർ ജീവിതത്തിൽ ഒറ്റക്കായി പോയാൽ, ഒരു സിംഗിൾ മദറൊക്കെ ആകേണ്ടി വന്നാൽ, ഒരു വിധവയാകേണ്ടി വന്നാൽ, അല്ലെങ്കിൽ ഡിവോഴ്സ്ഡ് ആകേണ്ടി വന്നാൽ, മക്കളുള്ള ഒരു മാതാവ് ഭർത്താവില്ലാതെ ജീവിക്കേണ്ടി വന്നാൽ, സിംഗിൾ മദർ എന്ന് പറഞ്ഞാൽ അതാണ്. അങ്ങനെയൊക്കെ ആകേണ്ടി വന്നേക്കാം. അങ്ങനെ വന്നാൽ അവര് ഒരാളുടെ മുന്നിലും കൈ നീട്ടാതെ ജീവിക്കണം, ഒരാളുടെ മുന്നിലും യാചിക്കേണ്ടി വരാതെ ജീവിക്കണം. അവർ അന്തസ്സോടുകൂടി ജീവിക്കണം. അതിനെന്ത് വേണം? വിദ്യാഭ്യാസം വേണം. അതുകൊണ്ട് പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളത് അത്രയേറെ പ്രാധാന്യമുള്ള കാര്യമാണ്. അവർക്കൊരു പുതിയ ചിറകാണത്. നല്ലൊരു മൂർഖൻ പാമ്പിന്റെ മുന്നിൽ ഒരു ചെറിയ കുരുവി പെട്ടുപോയാലുള്ള അവസ്ഥ എന്തായിരിക്കും? മൂർഖൻ പാമ്പ് ഇങ്ങനെ പത്തി വിടർത്തി ആടുമ്പോൾ അതിൻ്റെ മുന്നിൽ ഒരു ചെറിയ കുരുവി പെട്ടുപോയാൽ ആ കുരുവി എത്ര പേടിക്കും? ആകെ പേടിച്ചു പോവും. പാവം കുരുവി വല്ലാതെ പേടിച്ചു പോവും. പേടിച്ചു പോവല്ലേ? ഇല്ലേ? ഇല്ലേ? അതിൻ്റെ വല്ല കാര്യമുണ്ടോ? ഉണ്ടോ? ആ കുരുവിക്കൊരു ചിറകില്ലേ? 2 ചിറകുകളില്ലേ? അതിന് പറന്നു പോയാൽ പോരെ? അതിനെ കാത്തിരിക്കുന്ന ആകാശമില്ലേ? സ്വന്തം ചിറകും കാത്തിരിക്കുന്ന ആകാശവും തിരിച്ചറിഞ്ഞ് പറക്കുന്ന കുരുവിയുടെ മുന്നിൽ ഏത് പാമ്പിനും ഇങ്ങനെ നോക്കി നിൽക്കാൻ മാത്രമേ കഴിയുള്ളൂ. ഈ ചിറകാണ് വിദ്യാഭ്യാസം, അറിവ്. അതുകൊണ്ട് നമ്മുടെ കുട്ടികളുടെ മുൻഗണനകൾ മാറിപ്പോകരുത്. മുൻഗണനകൾ മാറിപ്പോയാലുള്ള പ്രശ്നം എന്താണെന്നറിയോ? പിന്നീട് അവർ ഖേദിക്കേണ്ടി വരും. മുൻഗണനകൾ മാറിപ്പോയാൽ പിന്നീട് ഖേദിക്കേണ്ടി വരും. നിങ്ങളൊരു ചെറിയ കുട്ടിയെ ഇങ്ങനെ അടുത്തേക്ക് വിളിച്ചിട്ട് ആ കുട്ടിയുടെ മുന്നിൽ കുറച്ച് ചോക്ലേറ്റും വെച്ചു കൊടുക്കുക, 2000 രൂപയും വെച്ചു കൊടുക്കുക, കുറച്ച് കിറ്റ്കാറ്റും വെച്ചു കൊടുക്കുക, 2000 രൂപയും വെച്ചു കൊടുക്കുക. എന്നിട്ട് ആ കുട്ടിയോട് പറയാ, നിനക്ക് ഇഷ്ടമുള്ളത് എടുത്തോ, പക്ഷെ ഒന്നേ എടുക്കാൻ പറ്റുള്ളൂ, ഏതെങ്കിലും ഒന്നേ എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ ആ കുട്ടി മിക്കവാറും എടുക്കാൻ സാധ്യതയുള്ളത് എന്തായിരിക്കും? ചോക്ലേറ്റ് ആയിരിക്കും, അല്ലേ? ചോക്ലേറ്റാണ് എടുക്കുക. എന്നാൽ കുറേ കാലം കഴിഞ്ഞ് ഒരു കാര്യം പറഞ്ഞാൽ മനസ്സിലാകുന്ന പ്രായമെത്തിയിട്ട് നമ്മൾ ആ കുട്ടിയോട് ഈ സംഭവം പറയാന്ന് വിചാരിച്ചുള്ളൂ. എടോ, ഞാൻ നിന്റെ മുന്നിൽ ചോക്ലേറ്റും വെച്ച് 2000 രൂപയും വെച്ചു, എന്നിട്ട് നീ എന്തെടുത്തത് എന്നറിയോ? 4 കിറ്റ്കാറ്റ് എന്ന് പറഞ്ഞാൽ ആ കുട്ടി ഇങ്ങനെ തലയിൽ കൈവച്ചിട്ട് സങ്കടപ്പെട്ടുകൊണ്ട് പറയും, 2000 രൂപയ്ക്ക് എത്ര ചോക്ലേറ്റ് വാങ്ങാമായിരുന്നു, അല്ലേ? ആ കുട്ടിക്ക് സങ്കടമാവും, വേദനയാവാനുള്ള കാരണം എന്താണ്? ആ കുട്ടിക്ക് ഒരു കാലത്ത് അറിവില്ലാത്തത് കൊണ്ടാണ്, അല്ലേ? മുൻഗണന തെറ്റിപ്പോകാനുള്ള കാരണം എന്താ?
അറിവില്ല. അറിവില്ലെങ്കിൽ പിന്നെ അവിടെ എന്തുണ്ടാവുക? വേദന ഉണ്ടാവും. വേദന എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ എന്താണെന്നറിയോ? അറിവില്ല എന്നാണ്. അറിയോ? വേദം എന്ന് പറഞ്ഞാൽ അറിവ് എന്നാ, ന എന്ന് പറഞ്ഞാൽ ഇല്ല എന്നാ. വേദം പ്ലസ് ന എന്ന് പറഞ്ഞാൽ അറിവില്ല. അറിവില്ലാതെ നമ്മൾ ചെയ്തു കൂട്ടുന്നതൊക്കെ പിന്നീട് വേദനയായി മാറും.